അസ്സലാമു അലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ആദ്യം തന്നെ ഇതിനായിട്ട് ഡ്രൈ ആയിട്ടുള്ള ഒരു മിക്സിംഗ് ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് അര കപ്പ് അധികം പുളിയില്ലാത്ത അര കപ്പ് തൈര് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പൊടിച്ച പഞ്ചസാരയാണ്. 1/4 കപ്പാണ് എടുത്തിട്ടുള്ളത് പൊടിച്ച പഞ്ചസാര. അര കപ്പ് പഞ്ചസാര മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കുക. അപ്പോൾ 1/4 കപ്പ് പഞ്ചസാരയാണ് കിട്ടുന്നത്. ഇനി 1 മിനിറ്റ് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. അപ്പോൾ ഇതുപോലെ 1 മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് എണ്ണയാണ്. എണ്ണയ്ക്ക് പകരം ബട്ടർ എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നെയ്യ് എടുക്കാം. ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് എണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ച് ഏത് എണ്ണ വേണമെങ്കിലും എടുക്കാവുന്നതാണ്. എന്നിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പാലാണ്. റൂം ടെമ്പറേച്ചറിലുള്ള തിളപ്പിച്ചാറിയ റൂം ടെമ്പറേച്ചറിലുള്ള ഒട്ടും ചൂടില്ലാത്ത പാല് വേണം ഒഴിച്ചു കൊടുക്കാൻ. ഞാനിപ്പോൾ 1/4 കപ്പ് അളവിൽ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതുപോലത്തെ ഒരു അളവ് കപ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ ഗ്ലാസിന്റെ അളവിൽ എല്ലാം അളന്നെടുക്കാം. ഒന്ന് മിക്സ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് എസൻസ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. വാനില എസൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ വാനില എസൻസ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ വാനില എസൻസിന്റെ ഫ്ലേവർ ഇഷ്ടമല്ല, വേറെ ഏതെങ്കിലും എസൻസ് ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. പൈനാപ്പിൾ എസൻസോ ഏത് എസൻസ് വേണമെങ്കിലും ചേർക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് വാനില എസൻസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ടീസ്പൂൺ വാനില എസൻസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. വീണ്ടും ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു വിസ്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ടോ ഇങ്ങനെ തന്നെ മിക്സ് ചെയ്തെടുക്കാം. മിക്സിയിലൊന്നും വെച്ച് അടിച്ചെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതാ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമ്മുടെ മിക്സ് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലാണ് നമ്മൾ മാവ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഒരു അരിപ്പ ഇതിലേക്ക് വെച്ച് കൊടുക്കുക. 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കുക. ഇപ്പം ഗ്ലാസ്സിലാണെന്നുണ്ടെങ്കിൽ ഏത് ഗ്ലാസ്സിലാണോ നിങ്ങളെല്ലാം അളന്നെടുത്തിട്ടുള്ളത് അതേ ഗ്ലാസ്സിൽ തന്നെ മാവും അളന്നിട്ടെടുക്കുക. അതുപോലെ തന്നെ ഇതിലേക്ക് ഈ കേക്ക് നല്ല സോഫ്റ്റും നല്ല ഒരു ടെക്സ്ചറിൽ കിട്ടുന്നതിന് വേണ്ടിയിട്ട്, നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ്, സോഡാപ്പൊടിയാണ് ചേർക്കുന്നത്. അതുപോലെ തന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ചേർക്കുന്നത്. പിന്നെ ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കാം. മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതൊരു സ്പൂൺ വെച്ച് ഒന്ന് മിക്സ് ചെയ്തിട്ട് അരിച്ചിതിലേക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് സെപ്പറേറ്റ് മാവും ഇതെല്ലാം കൂടി ഇട്ട് അരിച്ച് വെച്ചിട്ട് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുത്താലും മതി. അരിച്ചിട്ട് കൊടുത്തതിന് ശേഷം മെല്ലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നാം എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഒരുപാടിട്ട് ഇളക്കി മറിക്കരുത്. ഒരുപാടങ്ങ് കട്ടിയാവാനും പാടില്ല, ഒരുപാടങ്ങ് ലൂസായി പോകാനും പാടില്ല. ഈ ഒരു പരുവത്തിന് വേണം ബാറ്റർ റെഡിയാക്കി എടുക്കാൻ. പിന്നെ ഇതിൽ നിങ്ങൾക്ക് നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ നട്ട്സോ ട്യൂട്ടി ഫ്രൂട്ടിയോ ഒന്നും തന്നെ ചേർക്കുന്നില്ല. വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഒരു പരുവത്തിന് ബാറ്റർ റെഡിയാക്കി എടുക്കുക. ഒരു റിബൺ പോലെ വീഴും നമ്മൾ ഈ മാവ് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത്. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് പരുവം. ഇനി നമ്മൾ ഏത് പാത്രത്തിലാണോ ഇത് ബേക്ക് ചെയ്യാൻ പോകുന്നത് ആ പാത്രം കുറച്ച് ഓയിലൊന്ന് തടവി വെക്കുക. ഞാനിപ്പോൾ ഒരു കേക്ക് ടിന്നിലാണ് ഈ കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാ ഭാഗത്തും ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാനിവിടെ ഒരു ബട്ടർ പേപ്പർ കട്ട് ചെയ്ത് വെച്ച് കൊടുക്കുകയാണ്. ബട്ടർ പേപ്പർ ഇല്ലാന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ മൈദ ഇട്ട് എല്ലാ ഭാഗത്തും തട്ടിക്കുടഞ്ഞിട്ട് ബാക്കി എക്സ്ട്രാ മാവ് മാറ്റിക്കളയണം. തട്ടിക്കുടഞ്ഞ് മാറ്റിക്കളഞ്ഞാൽ മതി. അപ്പോൾ ആ എണ്ണ ഒരുപാട് കോരി ഒഴിക്കരുത്. ജസ്റ്റ് ഒന്ന് എല്ലാ ഭാഗത്തും ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഇനി റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുത്ത ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ മുകളിലും കുറച്ച് എണ്ണ ഒന്ന് ബ്രഷ് ചെയ്യാം. ഇനി നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കേക്കിൻ്റെ മിക്സ് തയ്യാറാക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ഏത് പാത്രത്തിലാണോ കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നത് ആ പാത്രം ചൂടാക്കാൻ വയ്ക്കുക. ഇനി നമ്മൾ തയ്യാറാക്കിയ കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം.
എയർ ബബിൾസ് ഒക്കെ പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞാൻ എന്താ കേക്ക് തയ്യാറാക്കുന്നത് കുക്കറിലാണ്. കുക്കർ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 5 മിനിറ്റ് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. കുക്കർ നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. ഈ കുക്കറിൻ്റെ വെയിറ്റും വേണ്ട, വാഷറും വേണ്ട. ഇനി നമ്മൾ തയ്യാറാക്കിയ ബാറ്ററി ഇതിലേക്ക് മെല്ലെ കൈ പൊള്ളാതെ വെച്ച് കൊടുക്കുക. ഇനി കുക്കർ അടച്ചു കൊടുക്കാം. വാഷറൊക്കെ എടുത്ത് മാറ്റിയിട്ടാണ് വെക്കുന്നത്. വെയിറ്റും വേണ്ട, ലോ ഫ്ലെയിമിൽ വേണം കേക്ക് വെക്കാൻ വേണ്ടിയിട്ട്. കേക്ക് ബേക്ക് ചെയ്യാൻ വെച്ചിട്ട് ഒരു 45 മിനിറ്റ് ആയിട്ടുണ്ട്. ഒരു 30 മിനിറ്റ് ആയപ്പോൾ ഞാൻ തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. ആവാത്തത് കൊണ്ട് വീണ്ടും 15 മിനിറ്റും കൂടെ ഞാൻ കുക്കർ മൂടി വെച്ച് കേക്ക് ബേക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. 30 മിനിറ്റ് ആയതിനു ശേഷം മാത്രമേ ഈ കുക്കർ തുറക്കാവൂ. അതിന് മുമ്പ് തുറക്കരുത്. എന്നാൽ പിന്നെ കേക്ക് അങ്ങ് താഴ്ന്നു പോകും. ഇപ്പൊ കണ്ടില്ലേ, നല്ല ഫ്ലഫി ആയിട്ട് വീർത്ത് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഒരു ടൂത്ത് പിക്ക് വെച്ച് നടുഭാഗത്ത് ഒന്ന് കുത്തി നോക്കാം. അപ്പോൾ അതാ മാവൊന്നും മുട്ടിപ്പിടിക്കാതെ ക്ലിയർ ആയിട്ട് ടൂത്ത് പിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കേക്ക് ബേക്ക് ആയിട്ടുണ്ട്. ഇനി ഈ കുക്കറിൽ നിന്നും ചൂട് മാറാൻ വേണ്ടിയിട്ട് കേക്കിന്റെ ടിന്നെടുത്ത് നമുക്ക് പുറത്തെടുത്ത് മാറ്റി വെക്കാം. അപ്പോൾ ആ കേക്കിന്റെ ചൂടൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട്. ഇനി ഇതിന്റെ സൈഡൊക്കെ ഒന്ന് വിടിയിച്ചു കൊടുക്കുക. ഇത് വിടിയിക്കേണ്ട ആവശ്യമൊന്നുമില്ല, എല്ലാം വിട്ട് തന്നെ ഇരിപ്പുണ്ട്. ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി കേക്ക് ടിന്ന് മെല്ലെ ഒന്ന് തുറന്ന് നോക്കാം. ഇനി ഇതിന്റെ മുകളിലുള്ള ബട്ടർ പേപ്പർ എടുത്ത് മാറ്റിയിട്ട് തിരിച്ചു വെക്കാം. അപ്പോൾ കണ്ടില്ലേ, നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇനി ഇത് തിരിച്ചു വെക്കാം. ഇനി നമുക്ക് ഈ കേക്ക് ഒന്ന് കട്ട് ചെയ്യാം. ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിരിപ്പുണ്ട്. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എത്രമാത്രം സോഫ്റ്റ് ആണെന്നുള്ളത്. ഇനി നമുക്ക് കട്ട് ചെയ്ത പീസ് അങ്ങ് എടുക്കാം. പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അതാ കണ്ടില്ലേ, നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇത് മുട്ടയൊന്നും ഇല്ലാതെയാണ് ഈ കേക്ക് തയ്യാറാക്കിയിരിക്കുന്നത്. മുട്ടയൊന്നും ചേർക്കാതെ നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് നിങ്ങളും തയ്യാറാക്കി നോക്കുക. നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. അപ്പോൾ അതാ കണ്ടില്ലേ. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്